കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. കഴിഞ്ഞ 2024-25 കാലഘട്ടത്തിലെ പരീക്ഷകളെല്ലാം തീർന്നു. അതിൻ്റെ റിസൾട്ടുകളെല്ലാം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. കോമ്പസ് അക്കാഡമി എക്കാലത്തെയും പോലെ തന്നെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ അവരുടെ റിസൾട്ട് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം വന്ന SBI, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കായ SBIയിലേക്കുള്ള ക്ലർക്കും POയുടെ റിസൾട്ട് വന്നതോടുകൂടി ഈ വർഷത്തെ കുട്ടിക്കലാശം നമ്മൾ നടത്തിയിരിക്കുന്നു. ഈ SBI ക്ലർക്ക് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കേരളത്തിൽ ഏകദേശം വന്ന സംസ്ഥാനം കേരളമായിരുന്നു. നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ വളരെ വലിയ കട്ട് ഓഫ് ആയിരുന്നു. 84.5 ആയിരുന്നു ജനറലിന്, OBC 79 സോ നല്ല കട്ട് ഓഫിലായിരുന്നു. എന്നിട്ട് പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുമായി കോമ്പസ് 20 പേര് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBIയിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിരിക്കുന്നു. സോ 20 പേരുടെ ആ ഒരു കൂട്ടം പ്രൗഡ് കോമ്പസിയൻസ് അവരാണ് ഞങ്ങളെ താങ്ങി നിർത്തുന്നത്. സോ അത് കഴിഞ്ഞ് SBI PO വന്നു. SBI PO ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കുറവ് വേക്കൻസിയുമായിട്ടാണ് വന്നത്. 600 വേക്കൻസിയാണ് ആകെ പറഞ്ഞത്. അവരെടുത്തത് 505 പേരെയാണ് ഓൾ ഇന്ത്യ എടുത്തത്. അവിടെ നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടവുമായി നമ്മുടെ 3 കുട്ടികൾ ഈ വർഷം മൊത്തവും മാറ്റങ്ങളുമായിട്ടാണ് SBI PO പ്രിലിംസും മെയിൻസും എല്ലാം മാറ്റങ്ങളായി വന്നു. നമ്മുടെ 3 കുട്ടികൾ മെയിൻസ് പാസ്സായി GD ഗ്രൂപ്പ് എക്സസൈസ് ഇൻ്റർവ്യൂവിന് വേണ്ടി യോഗ്യത നേടി. കേരളത്തിൽ തന്നെ അപൂർവം കുട്ടികളാണ് പാസ്സായത്. അതിലേക്ക് നമ്മുടെ 3 കുട്ടികളും നല്ലപോലെ പെർഫോം ചെയ്ത് ആ 3 കുട്ടികളും SBI PO എന്ന പോസ്റ്റ് അഭിമാനപൂർവ്വം കരസ്ഥമാക്കിയിരിക്കുന്നു. അതും ഇന്ത്യയിൽ ആകെ 505 പേരെ മാത്രം തിരഞ്ഞെടുത്തപ്പോൾ കേരളത്തിൽ വളരെ ചുരുക്കം പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവകാശപ്പെടാത്ത രീതിയിൽ 3 SBI PO നമുക്ക് നേടിയെടുക്കാൻ പറ്റി. അതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് 2 പേർക്ക് SBI POയും SBI ക്ലർക്കും കിട്ടി എന്ന അഭിമാന കാര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ കോമ്പസ് ബാക്കിയുള്ളവരേക്കാൾ എന്നും മികച്ചതാണ്. വി ആർ ഓൾവേസ് അപ്പാർട്ട് ഫ്രം അതേഴ്സ് എന്ന് വെറുതെ പറയുന്നതല്ല. കാരണം ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും കൂടെ അഭിമാനപൂർവ്വം ഉണ്ടാക്കിയ റിസൾട്ടാണ്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ. നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കോമ്പസിൽ കാണാം. ഞങ്ങളെ അനുകരിച്ച് ഒത്തിരി പേര് വരുന്നുണ്ട്, ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് നല്ലതാണ്. കാരണം ലീഡേഴ്സിനെയാണ് ആൾക്കാർ ഫോളോവേഴ്സ് എപ്പോഴും അനുകരിച്ചുകൊണ്ടേയിരിക്കും. വി ആർ ദ ലീഡേഴ്സ്, സോ അതേഴ്സ് വിൽ ഫോളോ. സോ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെയും വീഡിയോ എടുത്ത് ഇത് ചെയ്തിട്ടില്ല. ഇവിടെ എപ്പോഴും നടക്കുന്നതാണ്. കോമ്പസിൽ പണ്ട് തൊട്ടേ നടക്കുന്ന കാര്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ വിജയിച്ച കുട്ടികൾ ഇങ്ങോട്ട് ചിലവ് തരും. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അവർക്ക്. സോ അവരെ വളർത്തി വലുതാക്കി ആ കോമ്പസിനോടും അവിടെയുള്ള ആൾക്കാരോടും അവരുടെ നന്ദി അറിയിക്കുന്നതാണ്. അതാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ അവരുടെ ചിലവ് നടത്തുന്നതാണ്. ഏകദേശം ഞങ്ങളുടെ 380 സ്റ്റുഡൻസിനോളം ഇന്ന് ആ കുട്ടികൾ SBI ക്ലർക്ക് കിട്ടിയവരും SBI PO കിട്ടിയവരും വേറെ അപ്പോയിൻമെൻ്റൊക്കെ നേരത്തെ ഉള്ളവർ അവർ ചേർന്ന് ഇന്ന് ആ ഒരു ഫീസ്റ്റ് നമുക്ക് നടത്തുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരെയും, എൻ്റെ കുട്ടികളെ എല്ലാവരെയും കോമ്പസിന് അഭിമാനം ഉയർത്തി. കോമ്പസ് മക്കളുടെ മുമ്പിൽ ബഹുദൂരം മുമ്പിലാണ്. കേരളത്തിൽ ആരും നമ്മുടെ അടുത്ത് വരാനില്ല റിസൾട്ടിൻ്റെ കാര്യം. അത് നിങ്ങൾ എപ്പോഴും ഓർത്തുള്ളത്. അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് SBI PO SBI ക്ലർക്ക് എന്തും. സോ നമ്മൾ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ബാങ്കിൽ നമ്മുടെ ആളുകളെ തിരികെ കയറ്റുക. SBI മൊത്തം നമ്മൾ നിറക്കി. ബാക്കിയുള്ളവർക്ക് മോശം നല്ല വന്നത്, പക്ഷേ SBIയോട് നമുക്ക് പ്രത്യേക ഇതുണ്ട്. നിങ്ങളിലും നോക്കിയോ നമ്മുടെ റിസൾട്ടുകളെല്ലാം SBIയിൽ കൂടുതലായിരിക്കും. ഈ വർഷം വരും നമ്മളത് നേടിയെടുക്കും. അപ്പോൾ ഇവരുടെ യാത്ര നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകട്ടെ. ഇവരുടെ അനുഭവവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകട്ടെ. ഇവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. അപ്പോൾ അവരുടെ മുന്നോട്ടുള്ള യാത്രയിലും കാര്യങ്ങളിലും എല്ലാം ഈ നേടിയെടുത്ത വിജയത്തിന് 1, 2, 3 എന്താണേലും അതെല്ലാം അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അവരെ എല്ലാം ഞാൻ പേരെടുത്ത് പറഞ്ഞവരും ഇന്ന് വരാത്തവരും എല്ലാവരും ഇതിനകത്ത് കൂടിയ എല്ലാവർക്കും ഇവരെ ഇപ്പോഴത്തെ ഉള്ള ജീവിതത്തിൽ മുന്നോട്ട് ഞാൻ പറയില്ല ഉയർന്നു പോയി നല്ലൊരു സ്ഥാനത്തെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. PDF PDF മൊത്തം ഇരുന്ന് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പം
പേർക്കും കിട്ടി. അതുപോലെ 3 പേര് കിടന്ന് POP സെലക്ട് ആയിട്ട് പോയിട്ട് 3 പേർക്കും കിട്ടിയതാണ് ഏറ്റവും സന്തോഷം. ഞാൻ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ. മിസ്സും സാറ് എന്താണോ ഇവിടെ വർക്ക് തരുന്നത് അത് അതുപോലെ ഫോളോ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ കൂടെ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 5 അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ 6 അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിട്ട് പോകാം. താങ്ക് യു. ഇടയ്ക്ക് ഡീമോട്ടിവേറ്റ് ആവും. ഞാൻ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും മൈൻഡിൽ പോകുമ്പോൾ പിന്നെ സൈഡിലൊക്കെ എഴുതണം PO ആവണം. അങ്ങനെ പഠിച്ച് നമുക്കൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലക്ക് എന്നുള്ളൊരു ഫാക്ടർ അല്ല, അത് ഇല്ലാതല്ല. പക്ഷെ നമ്മുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ലക്ക് നമ്മുടെ കൂടെ വരും. ഇത്ര കുറഞ്ഞ ടൈമിൽ എനിക്ക് ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ മിസ്സിൻ്റെ കൊണ്ട് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്നായാലും കിട്ടും. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വന്ന് കേട്ട കഥകളിലും ഇവിടെ ഇനി ഇവര് പറയാൻ പോണ കഥകളിലും എന്താണ് മെയിനായിട്ട് ഉണ്ടാവാൻ പോകുന്നത് വെച്ചാൽ പണിയെടുത്ത സാധനം കിട്ടും. അത് ഭാഗ്യത്തിന്റെ രൂപത്തിലായാലും പ്രാർത്ഥനയുടെ രൂപത്തിലായാലും എങ്ങനെയായാലും കിട്ടും. അപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ ആ ടൂറിന് പുറകിലുള്ള 2ാമത്തെ ബെഞ്ചിലിരുന്ന് രാജയും ആദ്യ ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും ഇവിടെ വന്ന് ഇങ്ങനെ പറയാനൊക്കെ പറ്റുമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം SBI ക്ലർക്ക് ഞാൻ പ്രിലിംസ് പാസ്സായിരുന്നില്ല. അത് നല്ല സങ്കടം വന്നു. അത് സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് സാരില്ല അടുത്ത കൊല്ലം നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞ്, അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മോട്ടിവേഷൻ നൽകിയത്. പിന്നെ ശരിക്കും മിഷൻ മാച്ച് കയറിയപ്പോൾ ഞാൻ ചത്ത് പഠിച്ചിട്ടുണ്ട്. നിർത്തിയാലോ വരെ ആയിരുന്നു, കാരണം ഭയങ്കര പ്രഷറായിരുന്നു. ഒരു 5 മിനിറ്റ് ഉറങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഉറങ്ങാൻ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ സാറും മിസ്സിൻ്റെയും ആ എഫേർട്ട് എടുക്കലും സാറിൻ്റെയും മിസ്സിൻ്റെ ആ പ്രചോദനം എല്ലാം എന്താണ് ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഈ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഇവിടെ വന്ന് എന്താണ് എനിക്ക് ഉറപ്പാണ്. സാറും മിസ്സും പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. എഫേർട്ട് ഇടുക, ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ എല്ലാം നിങ്ങളുടെ മിസ്സും സാറും പറയണത് അതെന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി അത് കൊടുത്ത് അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. എന്നാലേ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുള്ളൂ. കറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കറക്ഷൻ എത്ര എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മിസ്സായാണ്ട് ചെയ്യണം. നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കറക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ഇമ്പ്രൂവ് ആയത് ആ ഒരു ബോർഡ് പ്രാക്ടീസ് സെഷൻ വഴിയാണ്. മിസ് എനിക്കിപ്പോഴൊക്കെ വിളിച്ചു തരും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് മിസ് എന്നെ മാത്രം വിളിക്കുന്നേ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ മിസ് നിങ്ങളെ വഴക്ക് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നല്ലതിനാണ്. നിങ്ങൾക്ക് തോന്നും എന്താണ് എന്തിനാണ് ഇഷ്ടപ്പെട്ട് വഴക്ക് പറഞ്ഞത്, എന്തായാലും ഇത്ര മാർക്ക് കുറവില്ല, പിന്നെ എന്തിനാണ് വഴക്ക് പറഞ്ഞതെന്ന് എനിക്ക് തോന്നും. പക്ഷെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് മാർക്ക് കുറവാണ്, എന്നാലും മിസ്സും സാറും നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു പോകണമെന്ന് ആഗ്രഹമുണ്ട്. വഴക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ എന്തോ ശരിയാക്കാറുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശരിയാക്കണം. അറ്റ് ലാസ്റ്റ് ഞാൻ 2 കൽപ്പിച്ച് ധൈര്യത്തോടെ റിസൈൻ ചെയ്തു. എന്നിട്ട് റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു സ്ട്രോങ് ഡിസിഷനാണ്. അത് സക്സസ്ഫുൾ ആയതിൻ്റെ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ക്ലാസ് ബാച്ച് ഞാൻ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സാറിൻ്റെ മിസ്സിൻ്റെ ക്ലാസ് എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിലൊന്നും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു. സിംഗിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിവിടെ വന്നതിന് ശേഷം ഞാൻ കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ലൈക്ക് എൻ്റെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ 1 ഇയർ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു, സാറിൻ്റെ മിസ്സിനെ പരിചയപ്പെടാൻ പറ്റി, എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് സർക്കിളിനെ കിട്ടി. സോ താങ്ക് യു. ഞാനാണെങ്കിലും എല്ലാവരുടെയും ഇതും കാര്യങ്ങളും കേട്ടു. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് കയറാം.
എങ്ങനെ ഉണ്ടായിരുന്നു മിസ്സേ ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ? എല്ലാം അടിപൊളിയല്ലായിരുന്നോ? അതിനകത്ത് നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ അല്ലേ? എല്ലാവരും കണ്ടു. കോമ്പസിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു കാര്യമല്ല മിസ്സേ അതിനകത്ത് നേരിട്ട് വരുന്നത്. നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ റിസൾട്ട് വെറും പോസ്റ്ററിലേ കാണാൻ പറ്റും. എന്നാൽ കോമ്പസിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അവർക്ക് ഞങ്ങളുടെ വിജയികളെ എല്ലാം കാണാനും പറ്റും, അവരുടെ വായിൽ നിന്ന് അവർക്ക് കേൾക്കാനും പറ്റും. എന്ത് പെറ്റാക്ക് അല്ലേ, അവരെങ്ങനെയാണ് വിജയിച്ചത്, അവർക്ക് എന്തൊക്കെ ഫ്ലോസാണ് പറ്റിയത്, അവരതിൽ നിന്ന് എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്, ഇതൊക്കെ അവർ സംസാരിക്കും. കേൾക്കാൻ പറ്റും കുട്ടികളുടെ. അത് പുതുതായിട്ട് ബാങ്ക് കോച്ചിങ് തുടങ്ങുന്ന ഒരു കുട്ടികൾക്ക് അത് വലിയ പ്രയോജനമാകും. അതുമാത്രമല്ല, നേരത്തെ പരീക്ഷ തോറ്റിരിക്കുന്ന ആൾക്കാർക്കും, പരീക്ഷ പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കും, ഇവരുടെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നുണ്ടല്ലോ, അവർക്ക് അച്ചീവബിൾ ആണെങ്കിൽ എനിക്ക് നാളെ ഇത് അച്ചീവബിൾ ആണ് എന്നുള്ളൊരു മോട്ടിവേഷനും കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റും. അത് വലിയൊരു സഹായമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലയോ, എക്സ്ക്ലൂസീവ്ലി ഫോർ കോമ്പസ്. വി ആർ ദ ലീഡേഴ്സ് ആൻഡ് വി ആർ ഗിവിങ് എക്സാമ്പിൾസ്. യു ഹാവ് ടു ഫോളോ അസ്. അതാണ് ഞങ്ങളുടെ ഇത്. നിങ്ങൾ ഇനിയും കാണാം, ഒത്തിരി പേരെ ഇനിയും പതുക്കെ പതുക്കെ അടുത്ത ആളുകളെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നല്ല കാര്യമല്ലേ? നല്ല ആളുകളെ അംഗീകരിക്കണം. നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ കോപ്പി ചെയ്യുന്നുണ്ടെങ്കിലോ സന്തോഷിക്കുക. നമ്മൾ ലീഡേഴ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം മൊത്തം ഞങ്ങൾ അടിച്ച് കലക്കി ആകെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇത്രയും പേർക്ക് ഞങ്ങളുടെ ആളുകളെ കണ്ടില്ലേ, ചെറിയ കൂട്ടമാണെങ്കിൽ പോലും അതിൽ നിന്നാണ് അത്രയും റിസൾട്ട് ഉണ്ടാക്കുന്നത്. കേരളത്തിനെ നടുക്കുന്ന റിസൾട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. സോ SBI പിടിച്ചു കുലുക്കാൻ പറ്റുന്ന റിസൾട്ടുമായി കോമ്പസുകാർ വീണ്ടും വരും. എല്ലാ ബാങ്കുകളും കോമ്പസുകാർ കീഴടക്കും. അതാണ് ഞങ്ങളുടെ ഡ്രീം. ഒരു നാൾ എല്ലായിടത്തും കോമ്പസുകാരും മാത്രമേ കാണും. ഉള്ള ബാങ്കുകൾ എല്ലാം ലീഡേഴ്സായി എല്ലാ ബാങ്കുകളിലെയും തലപ്പത്ത് കോമ്പസുകാർ വരണം, അല്ലേ മിസ്സേ? പിന്നല്ലാതെ അപ്പോഴല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തേക്കുള്ള ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞു. അഗ്രസീവായി ഞങ്ങളുണ്ട്, ഞാനുണ്ട്, മിസ്സുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുട്ടികളുമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാൽ പിന്നെ വിജയം അത് സുനിശ്ചിതമാണ്, അല്ലേ മിസ്സേ? ആണെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുക കൊടുക്കുകയായി ഞങ്ങൾ കാണും. അടുത്ത വർഷത്തേക്കുള്ള ഇതിന് ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. വരാം, ആർക്ക് വേണേൽ ഞങ്ങളെ വെല്ലുവിളിക്കാം. തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കുക, കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ടാറ്റ, ബൈ ബൈ, സീ യു.